കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധം വെല്ലുവിളിക്കപ്പെട്ട സംഭവമാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. പ്രതിപക്ഷത്തു നിന്നും നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് ലഭ്യമായി. റൂൾ 50 അനുസരിച്ചുള്ള പ്രമേയത്തിന്റെ സമയം വന്നപ്പോൾ പ്രമേയം നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് സന്നദ്ധമായി. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും യാഥാർത്ഥ്യത്തിനും സത്യത്തിനും നിരക്കാത്ത ചില പ്രശ്നങ്ങൾ ഗവൺമെന്റിനെ ആക്ഷേപിക്കുന്നതിനും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും CPM-നെയും അതുവഴി ബഹുമാനപ്പെട്ട കേരളത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ പ്രമേയത്തിന്റെ ഉള്ളടക്കം വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള സൗകര്യം ഉപയോഗിക്കുന്നതിന് പകരം പ്രമേയം അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കാതെ നിയമസഭാ സമ്മേളനം അലങ്കോലമാക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത്. കുറ്റകരമായ ഈ നടപടിക്ക് നേതൃത്വം നൽകുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. നിയമസഭ എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് നിലവിലുള്ള റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ട്. എല്ലാ അംഗങ്ങളും പാലിക്കേണ്ടുന്ന ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ നടപടിയും സഭയിൽ നീക്കിക്കൊണ്ടിരിക്കുന്നത്. വസ്തുത ഇതായിരിക്കെ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും എതിരായി ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. സ്പീക്കർ മറുപടി പറഞ്ഞു, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രിയെ അഴിമതിക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിച്ചു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പലപ്പോഴായി സ്വീകരിക്കുന്ന നിലപാട് എല്ലാവരെയും ആക്ഷേപിക്കുക എന്നുള്ളതാണ്. എല്ലാറ്റിനെ കുറിച്ചും അറിവുള്ള ഒരാൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെ പരിഹസിക്കാം. ഇത്തരം ജനാധിപത്യ കീഴ്വഴക്കങ്ങൾക്കും നടപടിച്ചട്ടങ്ങൾക്കും വിരുദ്ധമായി ഇത്തരമൊരു നിലപാട് തുടർച്ചയായിട്ട് അദ്ദേഹം സ്വീകരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ഈ സമീപനം പലപ്പോഴും നിയമസഭയിൽ വിമർശന വിധേയമായിട്ടുണ്ടെങ്കിലും തിരുത്തുന്നതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം നിയമസഭയിൽ പലപ്പോഴും വിലപിക്കാറുണ്ട്. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു, അദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്തുന്നു. അദ്ദേഹം നിരന്തരമായി ഇത്തരമൊരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിമർശനം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. അതുമാത്രമാണ് നിയമസഭയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് മറ്റൊരു സംഭവം കൂടി നിയമസഭയിലുണ്ടായി. സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷത്തുള്ള
ചില MLA-മാർ അതിക്രമിച്ച് കയറുകയുണ്ടായി. വാച്ചൻപാട് തടഞ്ഞിട്ടും അവരെ തള്ളി നീക്കി സ്പീക്കർക്കെതിരെ നീങ്ങുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണ്ടായി. വാച്ചൻപാട് വളരെ സംയമനത്തോടുകൂടി തടഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ അവർ സ്പീക്കറെ കയ്യേറ്റം ചെയ്യുമായിരുന്നു. അത് നിയമസഭയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ സഭാതലം ഏത് സ്വഭാവത്തിലുള്ള നിലയാണ് സ്വീകരിക്കുക? അപ്പൊ സ്പീക്കറെ കയ്യേറ്റം ചെയ്യാൻ, ബോധപൂർവം കയ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി. അപ്പൊ ഇത്തരം ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഇന്ന് കേരള നിയമസഭയിൽ ഉണ്ടായി എന്നുള്ളതാണ് ചില വസ്തുതകൾ. അതുകൊണ്ട് ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കേരളത്തിന്റെ ജനാധിപത്യ ബോധം സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ജനങ്ങൾ ഈ തെറ്റ് ശരിയും വേർതിരിച്ചറിഞ്ഞ് ശരിയുടെ പക്ഷത്തണിനിരക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി പ്രതിഷേധിക്കുന്നു. ചർച്ച ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഗവൺമെന്റിന്റെ നിലപാടാണ് ശരി. ആ ശരിയുടെ പക്ഷത്ത് ജനങ്ങൾ നിൽക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്.